സാർ, ഇപ്പോൾ ആഗോളതലത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ എന്താണ്? ഇസ്രായേലും ഇറാനുമാണ്. ഇപ്പൊ അവിടെ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിയും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പൊ നാട് വിട്ടു, രാജ്യം വിട്ടു എന്നുള്ള ന്യൂസുകളൊക്കെ പരക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ സാർ? അല്ല, ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ആ, ഇസ്രായേലിൽ നിന്ന് പോയി ഗ്രീസിലെത്തി എന്നുള്ളതാണ് പറയുന്നത്. അതെ. ആ റിപ്പോർട്ടുകൾ എല്ലാ ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ പുറത്തുവിട്ടുള്ള റിപ്പോർട്ടാണ്. അത് നമുക്ക് വിശ്വസിക്കാം ഒരു പക്ഷേ, കാരണം നമുക്കിപ്പോ ആശ്രയിക്കാൻ ഇതേ മാർഗമുള്ളൂ. ഓക്കെ, അതെ. പക്ഷെ അത് സത്യമാണോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാനും മതി. ആ, കാരണം ഇനി നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ, അത് പ്രത്യേകിച്ചും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായിട്ടുള്ള മീഡിയ വണ്ണും അതുപോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളും ഒക്കെ ബെഞ്ചമിൻ നെതന്യാഹു ഒളിച്ചോടി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് കേട്ടത് ചിരിയാണോ എന്ന്. ഈ ബെഞ്ചമിൻ നെതന്യാഹു ആരാണെന്ന് നിങ്ങൾക്ക് അറിയണം. അദ്ദേഹത്തിന്റെ സർവീസ് അദ്ദേഹം തുടങ്ങിയത് ഏറ്റവും ആദ്യം തുടങ്ങിയത് എവിടെയാണെന്നറിയോ? മിലിറ്ററിയിലാണ്. ആ മിലിറ്ററി ഒഫീഷ്യലായി അദ്ദേഹം വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലടക്കം മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള പല രാജ്യങ്ങളിലുമൊക്കെ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് വിദേശത്ത്. അപ്പൊ അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും സുഖമായിട്ടൊക്കെ ജീവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള ഈ പറയുന്ന പോലെ യോഹന്നാൻ നെതന്യാഹു, അദ്ദേഹം ഉഗാണ്ടയിൽ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിലാണ്, ഒരു മിലിറ്ററി ഓപ്പറേഷൻസിലാണ് പരാജയപ്പെടുന്നത്. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോലും പോകാൻ തയ്യാറുള്ള ഒരാളാണ് ആര്? ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പൊ അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഒളിച്ചോടി ബങ്കറിലാണ് എന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അവിടെ ബങ്കറൊക്കെ സാധാരണ ഒരു കാര്യമാണ്. ഇപ്പൊ ഇയർ ലാപ്പിഡ് എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാൾ, ഇപ്പൊ അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ആണെന്നാണ് എന്റെ ഓർമ്മ. അവരായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം വളരെ വികാരപരമായി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി, ആ കുട്ടിക്ക് ചെറിയ അസുഖമുള്ളതാണ്, ഓട്ടിസം ബാധിച്ച മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുമായിട്ട് ഇദ്ദേഹം എല്ലാ തവണയും ബോംബുകൾ വീഴാൻ തുടങ്ങുമ്പോൾ ബങ്കറിലേക്ക് പോകും എന്ന് പറയും. ആ ബങ്കറൊക്കെ അവിടെ സാധാരണ കാര്യമാണ്. അല്ലാതെ ഇതൊന്നും കൊണ്ട് വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ബെഞ്ചമിൻ നെതന്യാഹു പേടിച്ച് ഓടിക്കളഞ്ഞാണെന്നൊന്നും വിചാരിച്ചു കളയരുത്. മനസ്സിലായോ? ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് സംഭവിച്ചത് എന്താ? എല്ലാ പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 8 മാസമായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇതെന്ന്. 8 മാസം. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. നമുക്കറിയാലോ, അവരുടെ ബോർഡറിന് അപ്പുറത്തേക്ക് കയറി ആക്രമിച്ചു. ആ ആക്രമിച്ച അന്ന് മുതലുള്ള ഓരോരോ ഇൻസിഡന്റ്, ഞാനിപ്പോ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല, ഓരോരോ ഇൻസിഡൻസും എടുത്തു നോക്കിയാൽ നമുക്കറിയാം കൃത്യമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത് ഗംഭീരമായി പ്രിപ്പയർ ചെയ്ത് തിരിച്ചടിക്കുന്ന ഒരു രാജ്യമാണ്. അതെ, അവിടെ ടെക്നോളജിയും വളരെ മുന്നോട്ടാണ്. അത് അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങൾ 6 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടായിട്ട് അവരെ തിരിച്ചടിക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് അറിയാം? അവർ അത്രത്തോളം പ്ലാൻഡ് ആണ്. ഇപ്പൊ മൊസാദ് കൊടുക്കുന്ന ഇൻഫർമേഷനുകളെല്ലാം തന്നെ കൃത്യമായി വെച്ചുകൊണ്ട് വളരെ സ്ട്രാറ്റജിക്കലായി തിരിച്ചടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആ യുദ്ധത്തിൽ തന്നെ 6 ഡേ വാർ എന്നറിയപ്പെടുന്ന ആ യുദ്ധത്തിൽ തന്നെ ശത്രു രാജ്യങ്ങളുടെ എപ്പോഴാണ് പൈലറ്റുമാർ വിശ്രമിക്കുന്നത്, എപ്പോഴാണ് വിമാനങ്ങൾ താഴെ ലാൻഡ് ചെയ്യുന്നത് എന്നവർ കൃത്യമായി കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയപ്പോൾ അവര് രാവിലെ 7-ക്കും 8-ക്കും അടക്കാണ് അങ്ങനെ പൈലറ്റുമാർ ചേഞ്ച് ആവുന്നത്. അപ്പൊ ആളുകൾ ടയേർഡ് ആയിരിക്കും, പ്ലസ് വിമാനങ്ങൾ താഴെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയ കറക്റ്റ് ആ 1 മണിക്കൂറിനകം ഈ എല്ലാ രാജ്യങ്ങളുടെയും വിമാനങ്ങൾ അടിച്ചിട്ട ആളുകളാണ്, ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ട ആളുകളാണ്. മനസ്സിലായി? അപ്പൊ അത്രത്തോളം പ്രിസിഷനോട് കൂടി ചില ഓപ്പറേഷൻസ് നടത്തുന്ന ആളുകളാണ്. ഇപ്പൊ ഉഗാണ്ടയില് ഇദിയമിന്റെ നാട്ടിലേക്ക് അവരുടെ ഒളിമ്പിക്സിലെ താരങ്ങൾ, മ്യൂണിച്ച് ഒളിമ്പിക്സിൽ നിന്ന് അവരുടെ താരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള വിമാനം തട്ടിക്കൊണ്ടുപോയത് അവരവിടെ നിന്ന് സിമ്പിളായി അത് മോചിപ്പിച്ചെടുത്ത ആളുകളാണ്. ഞാനിപ്പോ അതിന്റെ കഥയൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് 2023 ഒക്ടോബർ 7 ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി അന്ന് തന്നെ പ്രതീക്ഷിച്ചു. ഇപ്പൊ ഏതാണ്ട് 20 മാസം കഴിഞ്ഞു. ആളുകൾ പറയുന്നത് 8 മാസത്തെ പ്രിപ്പറേഷൻ ആണെന്നാണ്. ഞാൻ വിചാരിക്കുന്ന അല്ല, ഇതൊരു 20 മാസത്തെ തന്നെ പ്രിപ്പറേഷൻ ആയിരിക്കും ആണ്. നമുക്കെല്ലാം അറിയാലോ, ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഒരാള് ടെഹ്റാനിൽ, അതായത് ഇറാന്റെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള തലസ്ഥാനത്തിന്റെ അകത്തി എന്നവരെന്ത് ചെയ്തു? കൊന്നു. ആരെ? ഹമാസിന്റെ തലവനെ. വേറെങ്കിലും ആർക്കും അല്ലാതെ കൊല്ലാം. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇറാന്റെ പല ഏജൻസികളുടെയും തലപ്പത്തിരിക്കുന്നവർ ഇസ്രായേലിലെ മൊസാദിന്റെ ഏജന്റുമാരാണ്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് ചില കൃത്യമായ പേരുകളും അവരുടെ ഒഫീഷ്യൽ സ്ഥാനവും ഒക്കെ പറഞ്ഞു. അതിൽ ചിലരെയൊക്കെ ഇറാൻ പുറത്താക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചോളം ഇപ്പൊ അകത്ത് നിൽക്കുന്നതിൽ ആരാണ് ചാരൻ, ആരാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുന്നില്ല. മനസ്സിലായി? മൊസാദ് തന്നെ അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇറാന്റെ അകത്ത് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അവിടെ നിന്ന് ആക്രമിക്കാൻ. അല്ലാതെ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള ദൂരം
ഉണ്ട്. അപ്പൊ അത്തരത്തിൽ പെട്ടെന്ന് വലിയ തരത്തിലുള്ള ദൂരമൊന്നും ആക്രമിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ആക്രമണങ്ങൾ അത്ര മാത്രം എളുപ്പം അല്ല. പക്ഷെ എന്നിട്ട് പോലും ഇവരൊക്കെ തമ്മിൽ ആക്രമിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ ഇപ്പൊ തന്നെ ഒരു കാര്യം, ഈ ആക്രമണത്തിൽ എന്താ സംഭവിച്ചേക്കണെന്ന് താങ്കൾക്കറിയാം? ഇറാന്റെ മിലിറ്ററിയുടെ ഏറ്റവും വലിയ 4 ഉദ്യോഗസ്ഥർ, ഏറ്റവും വലിയ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4 എന്ന് പറഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടേക്കാണ്. അപ്പൊ ഇതെത്ര പ്രിസിഷനോട് കൂടി എങ്ങനെ ഈ ആക്രമണം നടത്തി? അതുപോലെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ഈ ആയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു, ന്യൂക്ലിയർ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ വലിയ പ്രധാനപ്പെട്ട ഏരിയകളിലാണ് അവർ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്, 200ഓളം ഏരിയകൾ. ഇതെങ്ങനെ സംഭവിക്കുന്നു? മൊസാദ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഏജൻസിയാണ്, 2000 പേരുടെ. ആ ഏജൻസി പക്ഷേ ലോകത്തുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയ ഏജൻസിയാണ്. കാരണം അവർ കൃത്യമായി എല്ലായിടത്തും തന്നെ അവർക്ക് ചാരന്മാരുണ്ട്. കൃത്യമായി അവർ അത്തരത്തിൽ അന്വേഷിച്ച് ഡിഗ് ചെയ്തെടുത്ത് കൃത്യമായ ആളുകളെ കണ്ടെത്തുന്ന ഒരാളാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂണിക് ഒളിമ്പിക്സിൽ നിന്ന് വിമാനം റാഞ്ചിക്കോട്ട് പോയിട്ട് ഉഗാണ്ടയിലെ ഒരു എയർപോർട്ടിൽ ഇറക്കുന്നു, എൻഡബെ എയർപോർട്ട്. ആ എയർപോർട്ടിൽ ഇറക്കിയതിനു ശേഷം ആ എയർപോർട്ടിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടാൻ എന്ത് ചെയ്യുമെന്ന് ഇവർ ആലോചിച്ച് ഇവർ ഡിഗ് ചെയ്ത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ എയർപോർട്ടിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർക്കിടെക്ട് കമ്പനിയുടെ ഓരോ ഓണർമാരിൽ ഒരാൾ ഒരു ജൂതനാണ്, ജൂയിഷ് ആണെന്ന് കണ്ടെത്തുന്നത്. എന്നിട്ട് അവരെ സ്വാധീനിച്ചിട്ടാണ് ഇതിന്റെ മുഴുവൻ ബ്ലൂ പ്രിന്റ് എടുക്കുന്നത്. മനസ്സിലായി? ആ ബ്ലൂ പ്രിന്റ് എടുത്തതിന് ശേഷം ഈദി അമീന്റെ, അന്ന് ഭരിക്കുന്ന ആരാണെന്ന് നിങ്ങൾ ആലോചിക്കണം, ഈദി അമീനാണ്. ഈദി അമീന്റെ അതേ വാഹന വ്യൂഹം വേറൊരു രാജ്യത്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് റേഞ്ച് റോവർ, ബെൻസ്, ഇതൊക്കെ അടങ്ങുന്ന അതേ വാഹന വ്യൂഹം ഈ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഈ റാഞ്ചിക്കൊണ്ട് പോയവര് പോലും വിചാരിച്ച എന്താണ്, ഇത് ഈദി അമീൻ ആയിരിക്കും എന്നാണ്. പക്ഷെ വന്ന് വെടിയുതിർത്തപ്പോഴാണ് ഇത് അറിഞ്ഞത്. മനസ്സിലായ? അതിൽ മറ്റേ നെതന്യാഹുവിന് അനിയൻ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഓപ്പറേഷൻ ഭാഗമായിരുന്നു അനിയൻ. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തിൽ അതിനുശേഷം എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഈ പറയുന്ന ഈദി അമീൻ എന്താ ചെയ്തതെന്നറിയോ? മനുഷ്യരെ തിന്നുമെന്ന് പേര് കേട്ടിട്ടുള്ള ഒരു തലവനാണ്, രാഷ്ട്രത്തലവനാണ് ഈദി അമീൻ. നമ്മുടെ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ അത്തരത്തിൽ മനുഷ്യനെ ഭക്ഷണമാക്കിക്കൊണ്ടിരുന്ന ഈദി അമീൻ ക്രുദ്ധനായി വന്നിട്ട് ഇവര് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ, ഇവര് ബന്ദിയാക്കിയ വിമാനത്തിൽ ഒരു സ്ത്രീക്ക് മാത്രം അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കിയത്, ഒരു പ്രായമുള്ള സ്ത്രീ. ആ പ്രായമുള്ള സ്ത്രീയെ, ഹോസ്പിറ്റലാക്കിയ സ്ത്രീയെ ഈ വിമാനം ഇവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തി ആ യാത്രക്കാരെ മുഴുവനും തിരിച്ചു പറന്നതിന് ശേഷമാണ് ഈദി അമീൻ അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ വൃദ്ധയെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവരെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിലെ മറ്റേ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ഒളിച്ചിരിക്കണമെന്നും പറഞ്ഞ് പറയരുത്. ഇത് തിരിച്ചയക്കാനുള്ള അടുത്ത യഥാർത്ഥ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്ന് പറയുന്ന പോലെ ഈ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, ഇതിനേക്കാൾ വലിയ ആക്രമണം അവിടെ വരും, ഒരു സംശയമില്ലാത്തായിരിക്കും. ഇപ്പൊ ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്, അവിടെ ബാച്ച് മിസൈലൊക്കെ അവിടെ വീണിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ചടിച്ചിട്ട് അവിടെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ് ആദ്യം റിപ്പോർട്ട് വന്നത്. ഇപ്പൊ 78 പേര് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇറാനും തിരിച്ചടിക്കും. ഇറാനും കരുത്തുള്ള രാജ്യം തന്നെയാണ്. ഇറാൻ ശരിക്കും ദുർബലരല്ലേ വെച്ച് നോക്കുമ്പോൾ? ഇറാൻ ദുർബലരാണെന്ന് പറഞ്ഞാൽ ഇറാൻ ആരോടാ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യം മനസ്സിലാക്കണം. ഇറാൻ ഇസ്രായേലിനോടല്ല കളിക്കുന്നത്, അമേരിക്കയോടാണ്. ഇത് അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി അവരുടെ അനുമതിയോടുകൂടി അല്ലാതെ ഇസ്രായേൽ ഒരു ആക്രമണവും നടത്താൻ പോകുന്നില്ല. ട്രംപ് പരസ്യമായി പറഞ്ഞു, അതിനു മുമ്പുള്ള സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്കിതിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. അമേരിക്കയിലെ ചില പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനോട് വിളിച്ചു പറയുകയും അനുമതി മേടിക്കുകയും ചെയ്തു. പക്ഷെ ചെയ്തപ്പോൾ ട്രംപ് പറഞ്ഞത് ഇതിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളാം, അല്ലാതെ ഞങ്ങളൊന്നും സഹായിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയണത്. അപ്പോഴും ഇത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്. ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് എല്ലാ കാലത്തും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആക്രമണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് അവർ ആദ്യം പറഞ്ഞേക്കണേ. ഞങ്ങളിത് അറിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേക്കണേ. ഞാൻ വിചാരിക്കുന്നില്ല, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം, ഇത് അമേരിക്ക അറിയാതെ. പറയുന്ന ഒരാഴ്ച മുന്നേ അവിടുത്തെ അമേരിക്ക സിവിലിയൻസിനോട് മാറാനൊക്കെ പറഞ്ഞിരുന്നു എന്നാണല്ലോ. അല്ല, അതാണ് പറഞ്ഞത്. ഇത് ഇപ്പൊ മാറാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും സഭാന ഞാൻ പറയുന്നു, അമേരിക്ക അറിയാതെ ഇസ്രായേൽ എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. മനസ്സിലായോ? അത് തമാശയാണ്. മനസ്സിലായില്ലേ? അതൊക്കെ വെറും തമാശയാണ്. നമുക്ക് ലോക രാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ് ഒക്കെ വളരെ കൃത്യമായി നോക്കുന്ന എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഒരു കാരണവശാലും ഇസ്രായേൽ മുതൽ. പിന്നെ ഇറാന്റെ അകത്തു നിന്ന് തന്നെ ഇറാന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, ഇപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെയൊക്കെ അവിടെ
മറ്റേ സദാചാര പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസിന് ഇപ്പൊ യഥാർത്ഥത്തിൽ ആളുകളെ പുറത്തു വെച്ച് പിടിക്കാൻ പോലും പേടിയാണ്. കാരണം വലിയ പ്രക്ഷോഭം ഉണ്ടാവും. നേരത്തെ അത്തരത്തിൽ പിടിച്ചിട്ടുള്ള ഒരാളാണ് മഹ്സാമിനി എന്ന് പറഞ്ഞാൽ തട്ടം ഇത്തിരി നീങ്ങി കിടന്നു ഒരു പെൺകുട്ടിയെ പിടിച്ചിട്ടുപോയി കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞു. സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കാൻ വേണ്ടി മാത്രം പോലീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പോലീസിന് ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ വെച്ചേക്കാണ്, എന്നിട്ട് ഫൈൻ ഈടാക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകൾ, അതായത് സ്കൂൾ കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ മുതൽ വലിയ സ്ത്രീകൾ വരെ എല്ലാവരും പ്രതിഷേധത്തിനിറങ്ങി. എന്താണെന്നറിയോ? ഡിക്റ്റേറ്റർഷിപ്പ് തുലയട്ടെ എന്നാണ്. ആയത്തുള്ള അലി ഖൊമേനിയുടെ ഫോട്ടോകൾ അവർ കത്തിച്ചു. അതെ. നിങ്ങൾക്ക് ഇത് ഇവിടെ കേൾക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. ഇവിടെ നമുക്ക് ആരുടെ വേണമെങ്കിൽ ഫോട്ടോയും കത്തിക്കാം, കാരണം ഇന്ത്യ അതുപോലെയാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ ഇതൊക്കെ വലിയ ശിക്ഷയാണ്. അതെ. അപ്പൊ എന്നിട്ട് പോലും അവിടെ കത്തിച്ചു. അത്ര വലിയ പ്രതിഷേധമുണ്ട്. അതിനെല്ലാം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇസ്രായേലും അമേരിക്കയുടെയും ചാരന്മാര് വന്ന് അവരുടെ രാജ്യത്തിനകത്ത് വന്ന് ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുകയാണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ചാരന്മാർ ആരൊക്കെയാണെന്ന് ആയത്തുള്ള അലി ഖൊമേനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അതെ, മനസ്സിലായി? അതാണ് അതിന്റെ പ്രശ്നം. ടെഹ്റാന്റെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ലൊക്കേഷനിൽ വെച്ച് ഇസ്മായിൽ ഖാനിയെ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമുണ്ടോ? അതെ. അവരുടെ പ്രസിഡന്റ് മറ്റേ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അതെ, ഇറാൻ ഒന്നും അല്ലാണ്ടായി പോയി എന്നാണ്. ആണവായുധമുണ്ട് അവരുടെ കയ്യിൽ. ആണവായുധത്തിലുള്ള മറ്റേ റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കൂടി ഇപ്പൊ തകർപ്പട്ടയിലുണ്ട്. ഇസ്രായേൽ പറയുന്നത് അവർ ആണവശക്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ആണവശക്തി ആയാൽ വലിയ പ്രശ്നമാണ്, അത് ആകരുത് എന്നുള്ളത് ഇസ്രായേലിന്റെ എക്കാലത്ത് നിന്ന് വലിയ നിലപാടാണ്. പിന്നെ ഇസ്രായേൽ പറയുന്നതിന്റെ വലിയൊരു വലിയ സത്യം ഉണ്ടെന്ന്. അതെന്താണെന്നറിയോ? ഇറാൻ നേരിട്ട് ആക്രമിക്കാതെ ഇറാന്റെ പ്രോക്സി വാറുകളാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് വേണ്ടി ഗുണ്ടകളെ വിട്ട് ആക്രമിക്കൂലേ, അതേപോലെ തന്നെ മറ്റ് ഈ ഹമാസിനെയും അതുപോലെ ഹിസ്ബുള്ളയൊക്കെ വിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പാകിസ്ഥാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബ മറ്റേ അതുപോലെയുള്ള സംഘടനകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇന്ത്യ നേരിട്ട് അടിക്കാൻ ധൈര്യമില്ല. നേരിട്ട് അടിക്കാൻ പ്രശ്നമാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ അത് ആ പണിക്ക് തിരിച്ച് പണി കിട്ടും, പ്രത്യേകിച്ച് ഇസ്രായേലാവും. ഒരു സംശയം അക്കാര്യത്തിൽ വിചാരിക്കേണ്ട. ഇസ്രായേലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല്ലിന് പല്ല് എന്ന് പറയുന്ന ഒരു രാജ്യമാണത്. അവരങ്ങേ അറ്റം വരെ പോരാടും. ഇനി മരിച്ചു വേണ്ടി വന്നാലും ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ മറ്റൊരു രാഷ്ട്ര തലവനെ പോലും അല്ല, മരിച്ചു തന്നെ സൈന്യത്തിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുത്തുകൊണ്ടാണ് പോരാടും. ഗ്രൗണ്ടിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും? പക്ഷേ ഇതുപോലെ സാഹചര്യത്തിലേക്ക് പോകില്ല നമ്മൾ വിചാരിക്കുന്നു. കാരണം വളരെ സാമ്പത്തികപരമായിട്ട് വളരെ താങ്കൾക്ക് താങ്കളോട് കൃത്യമായിട്ട് ഒരു കാര്യം പറയാം. അത്ര വലിയ യുദ്ധത്തിലേക്കൊന്നും എസ്കലേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇറാനോട് കൃത്യമായ ഒരു മെസ്സേജ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളുടെ അകത്ത് കയറി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണിയാൻ പറ്റും. അതാ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇനി ആ ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തുറന്നു പറയാം, ആയത്തുള്ള അലി ഖൊമേനിയെ തന്നെ ഇവർ നേരിട്ട് ആക്രമിച്ചത്. അപ്പൊ ആ ഉദ്ദേശം ഇല്ല. ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇനി ഇറാന്റെ ഉദ്ദേശം കൃത്യമാണ്. ഇറാൻ ഇപ്പൊ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനും അറിയും ഇത് വലിയ യുദ്ധത്തിലേക്കൊക്കെ നീണ്ട പ്രശ്നമാകുന്നു. അതുകൊണ്ട് ഇറാനും ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും തിരിച്ചടിച്ചു പറയാൻ പറ്റും. അല്ല, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല.